മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 6/10/2008 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. മൂലമാണ് നക്ഷത്രം, മൂലം 3-ാം പാദം. ധനുലഗ്നം, ലഗ്നത്തിൽ വ്യാഴം, ചന്ദ്രൻ, 2-ൽ രാഹു, ഗുളികൻ, 3, 4, 5, 6, 7 ഭാവങ്ങൾ ശൂന്യം. 8-ൽ കേതു, 9-ൽ ശനി, 10-ൽ സൂര്യൻ, ബുധൻ, 11-ൽ ശുക്രൻ, കുജൻ, 12 ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഈ ഗ്രഹനില പരിശോധിച്ചാൽ പ്രബല ഗ്രഹങ്ങളെല്ലാം തന്നെ രാഹു കേതുക്കൾക്കുള്ളിലായിട്ടാണ് നിൽക്കുന്നത്. കാളസർപ്പയോഗം. പക്ഷേ കാളസർപ്പയോഗം കൊണ്ട് ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അതിൻ്റേതായിട്ടുള്ള ചില കാരണങ്ങളും അതാത് ഗ്രഹനിലകളിൽ കാണാൻ സാധിക്കാറുമുണ്ട്. ഈ ഗ്രഹനിലയെ സംബന്ധിച്ച് കാളസർപ്പയോഗമുണ്ട് എന്നിരുന്നാൽ തന്നെയും ലഗ്നത്തിൽ വ്യാഴം ഹംസമഹായോഗം, അതിനോടൊത്ത് ചന്ദ്രൻ ഗജകേസരി യോഗം അങ്ങേയറ്റം നല്ലതാണ്. മൈനസ് ഒരു കാര്യം ഒഴിച്ച് ലഗ്നത്തിലേക്ക് വരുന്ന രാഹുവിൻ്റെയും ഗുളികൻ്റെയും ദൃഷ്ടി. എന്നിരുന്നാൽ തന്നെയും ഹംസയോഗമൊക്കെ കൊടുത്ത്, പ്രത്യേകിച്ചും ഗജകേസരി യോഗം, 2 യോഗങ്ങൾ ഒരുമിച്ച് ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നുവെന്ന് പറയുന്നത് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൂചന തന്നെ ആണ്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 10-ൽ സൂര്യൻ, ബുധൻ, ഭദ്രായോഗം. അപ്പോൾ പഞ്ചഗ്രഹങ്ങളെ കൊണ്ടുള്ള 2 വലിയ മഹായോഗങ്ങൾ തന്നെ ഈ ജാതകത്തിൽ, ഈ ഗ്രഹനിലയിൽ വളരെ നിസ്സാരമായി നമുക്ക് കാണാൻ സാധിക്കും. 1 ഹംസയോഗം, 2 ഭദ്രായോഗം. അത് 10-ൽ തന്നെ നിൽക്കുന്ന സൂര്യൻ, ബുധൻ എന്ന് പറയുമ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക്, തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ അങ്ങേയറ്റം നല്ലത് തന്നെയാണ്. മാത്രമല്ല, പൊതുവെ ഇത്തരക്കാരുടെ എല്ലാ കാര്യങ്ങളും, ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും എല്ലാം ഭദ്രം എന്ന് പറയുന്ന ഒരവസ്ഥ, ഒരു സേഫ്റ്റി എപ്പോഴും, ഒരു സെക്യൂരിറ്റി, ഒരു സുരക്ഷ എപ്പോഴും ഉണ്ടാകും. ഇവിടെ ഈ കാളസർപ്പയോഗം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ലഗ്നത്തിലേക്ക് രാഹുവിൻ്റെയും ഗുളികൻ്റെയും ദൃഷ്ടിയുള്ളത് കൊണ്ട് ശുഭമായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ പ്രായം നമുക്ക് ഊഹിക്കാം, 2008 അപ്പോൾ പ്രായം ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ ലഗ്നത്തിലേക്ക് വരുന്ന രാഹു ഗുളികൻ ദൃഷ്ടി വഴി ആദ്യം, പ്രത്യേകിച്ച് ചന്ദ്രൻ അവിടെ നിൽക്കുകയും ചെയ്യുമ്പോൾ ഇറങ്ങുന്ന എല്ലാ കാര്യങ്ങൾക്കും കാളസർപ്പയോഗം ഉള്ളതിനാൽ തന്നെ ആദ്യം ഒരു തടസ്സം, ഏതെങ്കിലുമൊക്കെ രീതിയിലൊരു സഡനായിട്ടുള്ള, വളരെ പെട്ടെന്നുള്ള എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾ, തടസ്സത്തെ നേരിടേണ്ടതായിട്ട് വരാം. പല ആളുകളും പതറുന്നതും ആ തടസ്സത്തെ നോക്കി തന്നെയാണ്. പക്ഷേ അവിടെ സ്വീകരിക്കേണ്ടുന്ന മാർഗം എന്ന് പറയുന്നത്, ആ തടസ്സം എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതെ ഇറങ്ങിയ കാര്യത്തിന് വേണ്ടി ഒന്നുകൂടെ അറ്റംപ്റ്റ് ചെയ്താൽ, ഒന്നുകൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് റിസൾട്ട് ഉണ്ടാകും. ആ റിസൾട്ട് ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഗ്രഹസ്ഥിതി ഉണ്ടോ എന്നതാണ് കാളസർപ്പയോഗം പോലെയുള്ള നെഗറ്റീവായിട്ടുള്ള യോഗങ്ങൾ ഉള്ളവർക്ക് നമ്മൾ പരിശോധിക്കേണ്ടുന്ന ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്. ഈ ഗ്രഹനിലയിൽ അത് പൂർണ്ണമായിട്ടും ഉണ്ട്. അതാണ് ഹംസയോഗം കൊടുക്കുന്ന ഗുണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലഗ്നത്തിൽ തന്നെ വ്യാഴം ചന്ദ്രൻ കോമ്പിനേഷൻ കൊടുക്കുന്ന ഗജകേസരി യോഗമെന്ന് പറയുന്നത്. അതാണ് ലഗ്നാൽ 10-ൽ ബുധൻ കൊടുക്കുന്ന ഭദ്രായോഗമെന്ന് പറയുന്നത്. ബുധൻ സൂര്യൻ നല്ല കോമ്പിനേഷൻ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ലഗ്നാൽ 5-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജനാണ്. 11-ൽ ശുക്രനോടൊത്ത്, കുജനോടൊത്ത് തന്നെ നിൽക്കുന്നു. അപ്പോൾ വേഗത കൂടിയ ചിന്തകൾ ഉണ്ടാകാം. ഫാസ്റ്റായിട്ട് ചിന്തിക്കുന്ന ഒരു ശീലം ഭാവിയിൽ രൂപപ്പെടാം. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടുന്നത്, വേഗതയിൽ ചിന്തിക്കുന്നത് നല്ലത് തന്നെയാണ്, പക്ഷേ അതിലൊരു ശ്രദ്ധ അത്യാവശ്യവുമാണ്. ആ ഒരു തിയറി കറക്റ്റ് കണക്കാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ചിന്തകൾ കൊണ്ട് ഗുണം ഉണ്ടാവുക തന്നെ ചെയ്യും. മാത്രവുമല്ല, 5-ലേക്ക് വ്യാഴത്തിൻ്റെ 5-ാമത് ദൃഷ്ടി വരുന്നുണ്ട്. 7-ലേക്ക് വ്യാഴത്തിൻ്റെ 7-ാം ദൃഷ്ടി വരുന്നുണ്ട്. 9-ലേക്ക് വ്യാഴത്തിൻ്റെ 9-ാം ദൃഷ്ടിയും വരുന്നുണ്ട്. 5, 7, 9 ലഗ്നത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഈ 3 വ്യാഴം അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഗുണം സപ്ലൈ ചെയ്യും. അതിലൊരു നെഗറ്റീവ് ഉണ്ട്. രാഹു ഗുളികൻ ദൃഷ്ടി ഉള്ള വ്യാഴമാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന പരിഹാരം കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, വ്യാഴത്തെ ഒന്ന് പരിപോഷിപ്പിച്ച് കഴിഞ്ഞാൽ, ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ടുള്ള ഫലങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ഗ്രഹനില തന്നെയാണിത് എന്ന് നിസ്സംശയം പറയാം. കാളസർപ്പയോഗമുണ്ട് എന്നിരുന്നാൽ കൂടെ എല്ലാ കാളസർപ്പയോഗമുള്ള ആളുകളും നെഗറ്റീവായിട്ടുള്ള ജീവിതം മാത്രം ജീവിക്കുന്നു എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. മുൻപും കാളസർപ്പയോഗം സംബന്ധമായിട്ടുള്ള വീഡിയോസ് ചെയ്തിരുന്നു. അതിൽ നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് മാത്രമുള്ള
കാളസർപ്പയോഗക്കാരെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ജീവിതം ജീവിക്കുന്ന ആളുകളെക്കുറിച്ചും അതേ കാളസർപ്പയോഗമുള്ള ആളുകളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞ കാറ്റഗറിയിലാണ്. കാളസർപ്പയോഗം പൊതുവെ നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന, കാലതാമസം വരുത്തുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓബ്സ്റ്റക്കിൾസ് വേഗത്തിൽ വരുത്തുന്ന ഒരവസ്ഥ തന്നെയാണ്. അത് പ്രബല യോഗം തന്നെയാണ്, നെഗറ്റീവായിട്ടുള്ളൊരു യോഗം തന്നെയാണ്. പക്ഷേ അതിനെ വെട്ടാൻ തക്ക രീതിയിലുള്ള ശേഷിയുള്ള ഗ്രഹങ്ങൾ ബാക്കി ഉള്ള പൊസിഷനുകളിൽ നിൽക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. അപ്പോൾ അതുണ്ട് എങ്കിൽ കാളസർപ്പയോഗത്തെ ഭയക്കേണ്ടതില്ല എന്ന് തന്നെ വിചാരിക്കാം. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 7 വിവാഹ സ്ഥാനവുമായി ബന്ധപ്പെട്ട 7ാം ഭാവാധിപൻ സൂര്യനോടൊത്ത് 10ൽ ആണ് നിൽക്കുന്നത്. ഇദ്ദേഹം വിവാഹം കഴിക്കുന്നയാളിനും സർക്കാർ സംബന്ധമായിട്ടുള്ള ഉന്നത പദവികളോ ഒക്കെയുള്ള ജോലിയുള്ള ഒരാളായിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഒരു പക്ഷേ അത് 6ാമത്തെ ദൃഷ്ടി വിവാഹസ്ഥാനത്തേക്കുള്ളത് കൊണ്ട് തന്നെ മുൻപരിചയമുള്ളതോ അതല്ല എങ്കിൽ പ്രണയം പോലെയുള്ള എന്തെങ്കിലുമൊക്കെ സംഭവിച്ച ശേഷം വിവാഹത്തിലേക്ക് എത്തുന്ന രീതിയൊക്കെ ഉണ്ടാകാം. അതും നല്ലത് തന്നെയാണ്. ചേരുന്നയാൾ എങ്ങനെയാണെങ്കിലും അത് നന്നായി ജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അത് മുൻപരിചയം ഉണ്ടെങ്കിൽ പോലും മുൻപരിചയം ഇല്ലെങ്കിൽ പോലും. അപ്പോൾ വരുന്നയാൾക്കൊരല്പം ദേഷ്യം, വാശി, മുൻകോപം, അല്പം കടുംപിടുത്ത സ്വഭാവമൊക്കെ 7ാം ഭാവാധിപൻ സൂര്യനോടൊത്ത് നിൽക്കുന്നത് കൊണ്ട് ഉണ്ടാവും. ഇദ്ദേഹം പൊതുവേ ലഗ്നത്തിൽ ഗുരുവും ചന്ദ്രനും ഒക്കെ ആയതുകൊണ്ടും 5ലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ടും വ്യാഴത്തിന് വേണ്ടി കൃത്യമായിട്ട് തന്നെ പരിഹാരമെടുത്ത് പോവുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ആ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടായാൽ തന്നെയും അതിനെ പോസിറ്റീവാക്കി മാറ്റാനുള്ള ഒരു ശേഷി, ബലം, ഗുണം ഈ ജാതകത്തിൽ ഈ വ്യക്തിക്ക് തന്നെ ഉണ്ടാകും. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം എന്നറിയാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ റിക്വസ്റ്റ് പ്രകാരം തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റുള്ള ആളുകൾക്കൊക്കെ അഡ്വൈസ് കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു ശേഷി, കേപ്പബിലിറ്റി, പവർ, IQ ഇത്തരം ആളുകൾക്ക് ധാരാളമായിട്ട് കാണാറുണ്ട്. അപ്പോൾ ആ ജാതകത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള സൂചനകളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോഴും കാളസർപ്പയോഗം അവിടെ ഉണ്ട്. ഈ കാളസർപ്പയോഗം ഉണ്ടായിട്ടാണ് ഇത്രയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇദ്ദേഹത്തിന് ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനുമൊക്കെ സാധിക്കുന്നത്. അപ്പോൾ അതിനെ വെട്ടാൻ തക്ക ശേഷിയിലുള്ള പോസിറ്റീവായിട്ടുള്ള ഗ്രഹങ്ങൾ നിൽക്കേണ്ടുന്ന രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ കാളസർപ്പയോഗം കൊണ്ട് വലിയ നെഗറ്റീവ്സ് ഒന്നും ഉണ്ടാവില്ല എന്ന് തന്നെ ഊഹിക്കാം. അങ്ങനെ ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇപ്പോൾ കാളസർപ്പയോഗമുള്ള 100ൽ 100 പേർക്കും ഏറ്റവും മോശമായിട്ടുള്ള ജീവിതം ഉണ്ടായി അല്ലെങ്കിൽ ഉണ്ടാകുന്നു ഒന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ മഹായോഗങ്ങളുള്ള ആളുകൾക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ പോകേണ്ടുന്ന ജാതകങ്ങളുണ്ട്. ഇന്നലെ ചെയ്ത വീഡിയോ പോലും അങ്ങനെയുള്ളതാണ്. നീചഭംഗ രാജയോഗമുള്ളൊരു ആളാണ്. പക്ഷേ വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിലൂടെ അദ്ദേഹത്തിന് ജീവിക്കേണ്ടതായിട്ട് സാഹചര്യവശാൽ ധനപരമായിട്ടോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ജാതകങ്ങളുടെ ഒരു പാറ്റേണിനനുസരിച്ചിരിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴം, അതിനോടൊത്ത് നിൽക്കുന്ന ചന്ദ്രൻ, അതുപോലെ 10ൽ നിൽക്കുന്ന സൂര്യൻ, ബുധൻ, അതേപോലെ തന്നെ 11ൽ നിൽക്കുന്ന ശുക്രൻ, കുജൻ. ഇതെല്ലാം തന്നെ ഇദ്ദേഹത്തിന് പോസിറ്റീവായിട്ടുള്ള സയൻസ് തന്നെയാണ്, പോസിറ്റീവായിട്ടുള്ള സൂചനകൾ തന്നെയാണ്. ഭാവി ജീവിതം ഏറ്റവും മനോഹരമാക്കി കൊണ്ടുപോകുന്നതിനുള്ള സൂചനകൾ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ കൂടെ എടുത്ത് പോവുക വഴി കാളസർപ്പയോഗത്തിൻ്റെ പവറിനെ കുറയ്ക്കുന്നതിനും ഈ ലഗ്നത്തിലേക്ക് വരുന്ന രാഹുവിൻ്റെയും ഗുളികൻ്റെയും നെഗറ്റീവ്സിനെ കുറയ്ക്കുന്നതിനും അതുവഴി വ്യാഴത്തെ ഒന്നുകൂടെ ശക്തിപ്പെടുത്തുന്നതിനും എല്ലാം സാധിക്കുകയും ചെയ്യും. അതിനനുസരിച്ച് ജീവിതത്തിന് ഗുണഫലങ്ങൾ ഏറുകയും ചെയ്യും. മാത്രവുമല്ല ഏതൊരാളുടെയും ഭാഗ്യകാരക ഗ്രഹം കൂടിയാണ് വ്യാഴം. അത് ലഗ്നത്തിലൊക്കെ പ്രത്യേകിച്ചും ഹംസയോഗം കൊടുത്ത് അതേപോലെ തന്നെ ഗജകേസരി യോഗം കൊടുത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അത് പ്രതിഫലിക്കും, ആ വ്യക്തിക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അവിടെ ഒരു അല്പം പതുക്കനെയാക്കുന്ന രീതി എന്ന് പറയുന്നതാണ് ഈ കാളസർപ്പയോഗം. അവിടെയാണ് ഈ കാളസർപ്പയോഗത്തെ നമ്മൾ കണക്ട് ചെയ്യേണ്ടുന്നത്. പ്രത്യേകിച്ചും ശുഭമായിട്ട് വിചാരിച്ചിറങ്ങുന്ന കാര്യങ്ങൾക്ക് സഡനായിട്ടുള്ള എന്തെങ്കിലും ഓബ്സ്റ്റക്കിൾസ്, തടസ്സം വയ്ക്കുന്ന ഒരു രീതി രാഹു, കേതു, അതല്ലെങ്കിൽ ഗുളികൻ ഇഫക്റ്റ് കൊണ്ട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനെ കൃത്യമായിട്ട് തരണം ചെയ്യാനുള്ള ഒരു ശേഷി ഒന്ന് വിചാരിച്ചിറങ്ങി കഴിഞ്ഞാൽ ആ തടസ്സത്തെ തട്ടി മാറ്റാനും ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകാനും ഉദ്ദേശിച്ച കാര്യം നേടാനും അത് അനുഭവിക്കാനും സാധിക്കുമെന്നതിലും തർക്കമില്ല. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ മൂലമാണ് നക്ഷത്രം. കേതു ദശയിൽ ജനിച്ചു. 2011 വരെ കേതു, അതിനുശേഷം ശുക്രൻ 2031 വരെ, അതിനുശേഷം സൂര്യൻ 2037 വരെ, അതിനുശേഷം 10 കൊല്ലം ചന്ദ്രൻ 2047 വരെ, അതിനുശേഷം കുജൻ 2054 വരെ, അതിനുശേഷം 18 കൊല്ലം രാഹു 2072 വരെ, ശേഷം ഗുരു, ശനി എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ശുക്രനിൽ ശനിയാണ് 18/9/2024 തൊട്ട് 19/11/2027 വരെ. ശുക്രനിൽ ശനി എന്ന് പറയുമ്പോൾ 11ൽ നിൽക്കുന്ന ശുക്രൻ, കുജൻ. ശനിയുടെ 3ാം ദൃഷ്ടി
ശുക്രനിലേക്ക് വരുന്നുണ്ട്. ചെറിയ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഡിലേ, ഇന്ന് നടക്കേണ്ടുന്ന കാര്യങ്ങൾക്ക് അകാരണമായി 2-3 ദിവസം വൈകുന്ന ഒരു രീതി, ഒരു പ്രതീതിയൊക്കെ വരുത്തുക, ചെറിയ ടെൻഷനൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് ശനി ഏതൊരാൾക്കും ചെയ്യുന്ന ഒരു രീതി തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മടി പോലെയുള്ള കാര്യങ്ങൾ അനുവദിക്കാതിരിക്കുക, വളരെ ആക്റ്റീവായിട്ട് എപ്പോഴും ഇരിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു രീതി അവലംബിച്ചും കൂടെ പോയി കഴിഞ്ഞാൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ രീതിയിൽ തന്നെ നടക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് വീഡിയോസ് ഇനിയും തുടരും. നന്ദി.